ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ. നിരവധി ആളുകൾ ആശുപത്രിയിലായി, തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്? ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് LDF ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. എന്താ സമരം? ഏതാ? സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അതെങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാണം കെട്ട് അവസാനിച്ച ഒറ്റ സമരമുള്ളൂ. പ്രതിപക്ഷത്ത് LDF ഇരിക്കും. നിങ്ങൾ LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ എവിടെ കേരളം കത്തിയത്? ഒറ്റ സമരം, ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം. അത് വഷളായി സമരം. നാണം കെട്ട് ഞാൻ പറയട്ടെ, താങ്കൾ ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ്. ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിന് ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാൻ അത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല? ചോദിക്കോ? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും? ഒരു ചോദ്യം ചോദിക്കില്ല. ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഈ തോക്കി കയറി വെടിവെക്കില്ലേ? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ. ഇപ്പോൾ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ UDF, ഞങ്ങൾ 2 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. 2 പ്രാവശ്യം UDF സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഒരു പ്രാവശ്യം 25,000 പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല. അൻവറിന്റെ പിന്നിലെ ഉള്ള ആൾക്കൂട്ടം അത് താൽക്കാലികമാണെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അൻവർ പറയുന്നത് UDF-ലെയും LDF-ലെയും ഉൾപ്പെടെ CPM-ന്റെ പാർട്ടി മെമ്പർമാരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഇഷ്ടം പോലെ